ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഫൈ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഒരു സ്റ്റോറിയെ പറ്റിയോ വേറെ ഒരു കാര്യങ്ങളും ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇത് അതുപോലുള്ളൊരു മൂവിയാണ്. പറഞ്ഞാലും ഇപ്പോൾ കറക്റ്റായിട്ടെല്ലാം മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ മൂവിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആദ്യം മുതൽ അവസാനം വരെയും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഈ മൂവിയിൽ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്കിന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കഥ പറയാനായിട്ട് ഞാനിവിടെ ഉണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ലൈക്കായും സബ്സ്ക്രൈബായും ഇങ്ങ് തന്നാൽ മതി. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് 1990 റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്തുകൊണ്ടാണ്. അതിൽ ബാക്ക് റൂമിൽ പെട്ടുപോയ നരേൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പോൾ പതിയെ വെളിയിലേക്ക് എത്തി നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അങ്ങനെ ആരും ഇല്ലാന്ന് മനസ്സിലാക്കി അവനാണെങ്കിലും പെട്ടെന്ന് അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം അങ്ങനെ ഓടി ഓടി അടുത്തുള്ളൊരു മുറിക്കകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള വലിയൊരു ബോക്സ് ഉണ്ട്, അത് വെച്ച് ആ ഒരു റൂമും അടച്ച് അവിടെയുള്ളൊരു റേഡിയോ ഡിവൈസ് ഉണ്ട്, അത് വെച്ചിട്ട് തൻ്റെ ടീമുമായിട്ട് സംസാരിക്കുകയാണ്. ഹേയ്, ഇത് ഞാനാണ്, നരേനാണ് സംസാരിക്കുന്നത്. നമ്മുടെ ടീമിനെ വിട്ട് ഞാൻ പിരിഞ്ഞുപോയി, എനിക്കിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് വരണമെന്ന് അറിയത്തില്ല. അതുപോലെ ഈ ഒരു റൂമിനകത്ത് അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് വരണം, എന്നെ രക്ഷിക്കണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവൻ്റെ റൂമിനടുത്തായിട്ട് തന്നെ മറ്റൊരു ഡോർ ഇങ്ങനെ തുറന്നിട്ട് അവിടെ നിന്ന് ഒരു പക്ഷി പറന്ന് താഴേക്ക് വീണിട്ട് അത് ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കുന്നതും അവൻ നേരെ ആ ഒരു പ്രാവിനടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്കാണ് ആ ഒരു പ്രാവ് പെട്ടെന്ന് പറന്നു പോകുന്നു. അപ്പോൾ ചെറുതായിട്ട് പേടിച്ചിട്ട് ഓക്കെ, ആ ഒരു എൻട്രൻസിനുള്ളിൽ ഇപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു എൻട്രൻസിനകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കാണ് അതും ഒരു ഇടനാഴി പോലെ ഇങ്ങനെ പോയേക്കാണ്. അതിലേ നടന്നു പോകുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാം മാറിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ താഴെയുള്ളത് മുകളിലും മുകളിലുള്ള താഴെ, അല്ലെങ്കിൽ സൈഡ് വശങ്ങളിലായിട്ട് ചെയറും മേശയിലും ഇട്ടേക്കുന്നു. ഇതുപോലെ അത് ഒരു വട്ട് റൂമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ അവനങ്ങനെ നടന്നു പോകുന്നതും പെട്ടെന്ന് നിഴലിൽ നിന്നും ഒരു രൂപം ശബ്ദം ഉണ്ടാക്കി വരുന്നതും ഇവൻ പേടിച്ചിട്ട് അടുത്തുള്ള വഴികളിലൂടെ ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി അവൻ അവസാനം ഒരു റൂം കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡോറാണെങ്കിൽ തുറക്കാനും കഴിയുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എങ്ങോട്ടെങ്കിലും രക്ഷയോട്ട് പോകണല്ലോ. അതുകൊണ്ട് തിരിഞ്ഞിങ്ങനെ ഓടാനായിട്ട് വരുന്നതും ആ ഒരു അമാനുഷിക രൂപം പെട്ടെന്ന് വന്ന് അവനെ അറ്റാക്ക് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതുപോലെ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ക്യാമറ ഉണ്ടല്ലോ, അതിൽ ഇതെല്ലാം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതേ സമയം ഇവിടെ റെക്കോർഡാവുന്ന എല്ലാ കാര്യങ്ങളും കുറച്ച് സയന്റിസ്റ്റ് അവരുടെ മുറിയിലിരുന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കുട്ടിയായിരിക്കുന്ന നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ അവളുടെ അമ്മയും അവരുടെ വീടിന് വെളിയിൽ ഒരു കോൺക്രീറ്റ് ഇട്ടേക്കുന്നുണ്ട്. ഇപ്പൊ അതിന് മുകളിൽ രണ്ടുപേരും കൈ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളെല്ലാം ഇവരുടെ മുകളിലൂടെ കൊണ്ടിടുന്നത് പോലെ. പക്ഷെ അതൊരിക്കലും റിയൽ അല്ല, നമ്മുടെ ഹീറോയിന് തോന്നിയ കാര്യങ്ങളാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ വലുതായിട്ട് അവളും അവളുടെ അമ്മയും താമസിച്ചിരുന്ന ആ ഒരു വീടുണ്ടല്ലോ അതിപ്പോൾ പൊളിച്ചു മാറ്റുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആരാണെന്ന് വെച്ചാൽ ഒരു തെറപ്പിസ്റ്റ് ആണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഹീറോയിനെ കാണാൻ വേണ്ടി ക്ലാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിയിലെ ഹീറോ തന്റെ ഭാര്യയായിട്ട് ഭയങ്കരമായിട്ട് വഴക്കിട്ടിട്ട് അവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഹീറോയെ അടിച്ചിറക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ടെൻഷനായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നത്. ഇപ്പോൾ ഹീറോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാലേ പിന്നെയും ആ ഒരു തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഴയ കാലം അതിനെപ്പറ്റി മറക്കുക, എന്നിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് മാറാൻ പറയുന്നതും ഹീറോ അതൊന്നും വലിയ കാര്യമാക്കാതെ അവനിപ്പോൾ പറയുന്നത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നാണ്. അന്ന് ഞാൻ വെളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് മദ്യവെച്ചിരുന്നു. അതുപോലെ വീടിനകത്തേക്ക് കയറിയിട്ട് ഒരു ഗ്ലാസ് തള്ളി താഴേക്കിട്ട് പൊട്ടിച്ചു. ഇത് കാരണം എന്റെ ഭാര്യ വന്ന് എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. സത്യത്തിൽ ഡോക്ടറിന് ഒരു കാര്യം അറിയോ, ആ വീട് എന്റേതാണ്, അത് അവളുടേത് പോലും അല്ല. ആ വീടിനുള്ള പണം അതേപോലെ തന്നെ എന്റെ ഭാര്യയ്ക്ക് വക്കീലാവാൻ ആഗ്രഹമുണ്ട്. അതിനവൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോളേജിലേക്ക് ഫീസ് അടയ്ക്കുന്നത്. ഞാനൊരു ചെറിയ ഫർണിച്ചർ ഷോപ്പ് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം വെച്ചിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ആഗ്രഹം ഒരു ആർക്കിടെക്ട് ആവണമെന്നാണ്. പക്ഷെ അതാവാൻ എനിക്ക് കഴിഞ്ഞില്ല, കാരണം എൻ്റെ ഫാമിലി അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു ജോലി തന്നെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സ്ട്രെസ്സിൽ എല്ലാ ദിവസവും ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ പറയും, ശരി, ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോഴത്തേക്കും ഈ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ സാധാരണയല്ലേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ സോറി പറയാനായിട്ട് കഴിയത്തില്ല. വേറെ ഒന്നുമല്ല, അവൻ ഇത്തിരി ഈഗോ ഉള്ളിലുള്ള ഒരാളാണ്, അതുകൊണ്ട് സോറി എന്ന് പറയത്തില്ല എന്ന് പറയും. അങ്ങനെ ഹീറോയിനും കഴിയുന്ന രീതിയിൽ ഒരുപാട് അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പം അത് കഴിഞ്ഞ് ഹീറോ തിരിച്ച് തൻ്റെ ഷോപ്പിലേക്ക് പോകണം. ആ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ വന്നിട്ട് അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് ഈ ഒരു ഫർണിച്ചറും കാര്യങ്ങളെല്ലാം വിറ്റ് പോകാൻ വേണ്ടി ഒരു പരസ്യം അവൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു പരസ്യത്തിൽ എല്ലാവരും വന്ന് ഈ ഒരു ഫർണിച്ചർ വാങ്ങണം, സോഫ വാങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ തന്നെ അതിൽ അഭിനയിച്ച് കാണിക്കുന്ന ആ ഒരു വീഡിയോ എല്ലാം നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അതുപോലെ എത്രയൊക്കെ വീഡിയോ എടുത്താലും ഈ കച്ചവടം കാര്യങ്ങളൊന്നും നല്ലതുപോലെ നടക്കുന്നില്ല, കാരണം ആ ഒരു കടയിലെ സാധനങ്ങൾ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അവൻ അത്രയും സ്ട്രെസ്സും ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത്.
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ ഷോപ്പിലേക്ക് ഒരു ഇലക്ട്രീഷ്യൻ വരികയാണ്. അപ്പോഴാണ് ഹീറോ ഒരു പരാതി പറയുന്നത്. എടാ, നിങ്ങൾ എന്താ ഈ ജോലി ചെയ്തേക്കുന്നത്? ലൈറ്റുകളെല്ലാം വിട്ടുവിട്ട് കത്തുന്നു, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, സാർ അതെന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇതിന്റെ സർക്യൂട്ട് എല്ലാം കറക്റ്റ് ആണോ ഇല്ലെന്ന് പരിശോധിക്കണം. അതുകൊണ്ട് ആ ഒരു സർക്യൂട്ട് ബോക്സ് നമുക്ക് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോ നേരെ അയാളെ ബേസ്മെന്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യ പുറത്താക്കിയതിനു ശേഷം ഹീറോ ഇപ്പോൾ ഒരു ബേസ്മെന്റിലാണ് താമസിക്കുന്നത്. അങ്ങനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു സർക്യൂട്ട് ബോക്സ് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അയാൾ അതിൽ ഓരോ വയറുകളായിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബോക്സിനുള്ളിൽ രണ്ട് സ്വിച്ചുകൾ മാത്രം സാധാരണ ഇരിക്കുന്ന ആ ഒരു സ്ഥാനത്ത് ഇരിക്കാതെ അത് കുറച്ച് മാറിയിട്ട് അതും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു സ്വിച്ച് ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ കണക്ഷൻ എവിടെയാണ് കൊടുത്തേക്കുന്നത് ഒന്നും അറിയാതെ ഓക്കെ അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്ത് സംഭവിക്കുന്നുണ്ടോ, ലൈറ്റ് ഓഫ് ആവുന്നുണ്ടോ എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒന്നും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഇലക്ട്രീഷ്യൻ പറയും, ഇതിപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ വേറൊരു ദിവസം വന്നിട്ട് പരിശോധിക്കാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഒരു തെറപ്പിസ്റ്റ് ആണല്ലോ. പക്ഷെ ഹീറോയിന് തന്നെ ചികിത്സിക്കേണ്ട ചില പ്രശ്നങ്ങൾ ഹീറോയിനുണ്ട്. അപ്പൊ അതെല്ലാം ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുമല്ല, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും ഹീറോയിന്റെ പഴയ വീട് പൊളിക്കുമ്പോൾ അവളുടെ അമ്മയെ കൈവച്ച ആ ഒരു ഭാഗമുണ്ടല്ലോ കോൺക്രീറ്റിന്റെ, അത് മാത്രം ഇളക്കിയെടുത്തിട്ട് ഹീറോയിൻ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ബേസ്മെന്റിൽ അവനും ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നല്ലതുപോലെ മദ്യപിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ടി വി ഓഫ് ആവുന്നു, പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഹീറോ വന്നിട്ട് ആ ഒരു ടി വിയിൽ 2-3 തട്ടെല്ലാം തട്ടുന്നുണ്ട്. പക്ഷെ അതിപ്പോഴും വർക്ക് ആവുന്നില്ല. അതുപോലെ ആ ഒരു ഇലക്ട്രീഷ്യനോട് പറഞ്ഞതുപോലെ തന്നെ ലൈറ്റുകളെല്ലാം പെട്ടെന്ന് ഓഫ് ആവുന്നു, അതേപോലെ തന്നെ ഓൺ ആവുന്നു. ഇപ്പൊ ആകെ ദേഷ്യം വന്നിട്ട് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് കാർ കൊടുത്ത് അവന്റെ വീടുണ്ടല്ലോ അവിടേക്ക് പോകും. അപ്പോൾ വെളിയിലേക്ക് വന്നിട്ടാണ് അവന്റെ ഭാര്യ വീടിനകത്ത് എന്താണ് ചെയ്യുന്നത് എന്നവൻ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് എന്നല്ല ഹീറോ വെളിയിൽ നിന്ന് ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ തന്റെ ഓഫീസിലിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ പെൺകുട്ടി അവിടേക്ക് വരുന്നത്. ആ പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ ഹീറോയിൻ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നു. അതുകൊണ്ട് പെട്ടെന്ന് റൂമിനകത്തേക്ക് വന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഹീറോയിന്റെ കുട്ടിക്കാലത്ത് അവൾക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ആവുന്നത് നമ്മുടെ ഹീറോ ഇതുപോലെ ആ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ടി വിയിൽ ആ ഒരു ബാക്ക് റൂം ഉണ്ടല്ലോ മഞ്ഞ നിറത്തിലുള്ള, അതിപ്പോ ടി വിയിലെ വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാ വന്നതെന്ന്. അതുമല്ല പെട്ടെന്ന് ആ ഒരു ടി വി തനിയെ ഓഫ് ആവുന്നതും ഹീറോ വീണ്ടും വന്നിട്ട് ആ ഒരു ടി വി തട്ടി നോക്കുന്നുണ്ട്. പക്ഷെ അത് ഓൺ ആവുന്നില്ല. ഇതേ സമയം അവന്റെ ആ ഒരു ബേസ്മെന്റിന്റെ ഒരു ഭാഗത്ത് മാത്രം ലൈറ്റ് കത്തുകയാണെങ്കിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹീറോ ആ ഒരു ട്രിപ്പ് ബോക്സ് ഉണ്ടല്ലോ അതിനടുത്തേക്ക് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ച് അതിലെ എല്ലാ സ്വിച്ചും ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ഷെടാ ഇതെങ്ങനെ? അങ്ങനെ അവസാനം ആ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്വിച്ച് ഉണ്ടല്ലോ അത് ഓഫ് ചെയ്യുന്നതും ഇവിടെയുള്ള എല്ലാ ലൈറ്റും ഓഫ് ആവുന്നുണ്ട്. എന്നിട്ട് അത് വീണ്ടും ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ പവറോ ഒന്നും വരുന്നില്ല. ഷെടാ ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്തായാലും മുകളിലേക്ക് പോകാന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോൾ മുകളിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ആ ഒരു ചുമരില് ഒരു ലൈൻ പോലെ ചെറിയ രീതിയിലെ ലൈറ്റ് തെളിയുന്നുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ പതിയെ ആ ഒരു ചുമരിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇതെന്താ ഇതെന്ന് പറഞ്ഞിട്ട് സാധാരണ ഇതിൽ തൊട്ട് നോക്കാണ്. അങ്ങനെ തൊടുന്നതും ആഹാ ദാ ഹീറോ ആ ഒരു ചുമര് വഴി ഉള്ളിലേക്ക് പോകുന്നു. ഷെടാ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞ് ഹീറോ കുറച്ചുകൂടി മുന്നിലേക്ക് നടക്കുന്നതും അവനിപ്പോ ആ ഒരു ചുമരിലൂടെ ഈ ബേസ്മെന്റിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് വന്ന് വീഴാണ്. ഇത് വേറെ ഒന്നുമല്ല, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണിച്ചെന്ന ആ ഒരു ബാക്ക് റൂം എന്ന് പറയലോ അതുപോലെയുള്ള ആ ഒരു മുറി. ഇപ്പൊ ഇത് കാണുന്ന ഹീറോയ്ക്കാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് എന്ത് റൂമാണ്, ഇവൻ എങ്ങനെ ഇവിടെ എത്തി? അതുപോലെ ഈ ഒരു റൂമിന്റെ സെന്റർ ഭാഗത്ത് സോഫ, ചെയർ, കട്ടില്, ഇവന്റെ ഷോപ്പിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അടുക്കി വെച്ചേക്കുന്നു. അതിന് മുകളിൽ ടി വി ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെ ടെൻഷനായിട്ട് അതിൽ നല്ല പേടിയുണ്ടല്ലോ. അതുകൊണ്ട് അവൻ വന്ന ആ ഒരു ചുമരുണ്ടല്ലോ അതുവഴി തന്നെ തിരിച്ച് ആ ബേസ്മെന്റിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ ബേസ്മെന്റിലേക്ക് തിരിച്ചെത്തിയതും ഇതേ സാഹചര്യത്തിൽ നിങ്ങളോ അല്ലെങ്കിൽ ഞാനോ ആണെങ്കിൽ എന്ത് ചെയ്യുമായിരിക്കും? പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ട് വേറെ ആരോടെങ്കിലും ഈ ഒരു കാര്യം പറയുമായിരിക്കും. പക്ഷെ ഈ ഒരു മണ്ടൻ എന്താ ചെയ്യുന്നറിയോ, വീണ്ടും അതേ ചുമര് വഴി ഈ ബാക്ക് റൂമിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ വന്നവൻ എന്താ ചെയ്യുന്നത്, ഈ റൂമെല്ലാം നല്ലതുപോലെ ചുറ്റി നോക്കുന്നു ഇവിടെ എന്തൊക്കെയുണ്ടെന്നല്ല. പക്ഷെ അധികമായിട്ട് ഒരു കാര്യങ്ങളുമില്ല, എല്ലാ റൂമും കാലിയായിട്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ല ആ ഒരു ചെയർ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഈ റൂമിന്റെ സെന്ററിലായിട്ട് കൊണ്ടിട്ടേക്കുകയും ചെയ്യുന്നു, കൂട്ടിയിട്ടേക്കുന്നു. അങ്ങനെ അവിടെ നിന്നും കുറച്ചുകൂടി മുന്നിലേക്ക് നടക്കുമ്പോഴത്തേക്കാണ് അറിയാത്ത ഭാഷയിൽ ആരും എന്തോ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഇരുട്ടിൽ ആരോ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഹീറോ പതിയെ നടന്ന് അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നതും അത് മനുഷ്യനൊന്നല്ലായിരുന്നു, അത് കാർഡ്ബോർഡ് കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യന്റെ രൂപമായിരുന്നു. അതിൽ വെച്ചിരുന്ന ഒരു സ്പീക്കർ വഴിയാണ് ഈ ശബ്ദങ്ങളെല്ലാം കേട്ടത്. പക്ഷെ ഇത് ഹീറോയ്ക്ക് അറിയുന്നൊരു ഭാഷയല്ല. അതുപോലെ ആ ഒരു സ്പീക്കർ കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു വയറുണ്ടല്ലോ അതിപ്പോ അതിലെ അടുത്തൊരു റൂമിലേക്ക് പോയിട്ട് വേറെ ഏതൊരു മുറിയിലേക്ക് പോയേക്കുന്നു. അതുപോലെ അവിടെയാണെങ്കിൽ ഒരു ക്യാമറയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ട്.
അങ്ങനെ ഹീറോ ആ ഒരു വയറ് പിടിച്ചിട്ട് നേരെ റൂമിനടുത്തേക്ക് വന്ന് അത് തുറക്കാൻ കഴിയുമെന്ന് നോക്കുന്നുണ്ട്, തുറക്കാൻ കഴിയുന്നില്ല. ആ ഒരു ക്യാമറയെല്ലാം നോക്കിയിട്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അടുത്ത് മറ്റൊരു കഥ കണ്ട് അതിനടിയിൽ എന്തോ ഒരു കാര്യം കുടുങ്ങി കിടക്കുന്നത് പോലെ. അങ്ങനെ അവിടെ വന്നിട്ട് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനുള്ളിൽ ഒരു ബാഗ് കിടക്കുന്നു. അപ്പൊ ആ ഒരു ബാഗ് എടുത്ത് അത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ID കാർഡ് കിട്ടുന്നുണ്ട്. ഇത് വേറെ ആരുടേതല്ല, സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച നരയൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, അയാളെ നമ്മൾ കണ്ടിരുന്നില്ല. അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇപ്പൊ അയാളുടെ ID കാർഡാണത്. ഇപ്പൊ ആ ഒരു ബാഗ് കിടക്കുന്നിടത്തുനിന്ന് ആ ഒരു ചെറിയ വഴി പോലെയാണ് കാണിക്കുന്നത്. ഇപ്പൊ അതുവഴി ഹീറോ ഉള്ളിലേക്ക് പോവാണ്. ഷടാ, ഞാനൊക്കെ ആണെങ്കിൽ എപ്പോഴേ കൂടി രക്ഷപ്പെട്ടാരെ. ഇവൻ നോക്കണേ. അതുപോലെ നമ്മുടെ ഹീറോ ഇങ്ങനെയൊക്കെ കാണാൻ കാര്യം എന്താണെന്ന് വെച്ചാല് അവനൊരു ആർക്കിടെക്ട് ആവണമെന്നാണല്ലോ ആഗ്രഹം. അപ്പൊ ഇതുപോലുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൻ അതിനോടുള്ള ആ ഒരു താല്പര്യം കാരണമാണ് ഓരോ മുറിയും ഇങ്ങനെ പരിശോധിക്കുന്നത്. ഇപ്പൊ അങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയത്തില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അങ്ങനെ അതുവഴി കുറെ ഉള്ളിലേക്ക് വന്നിട്ട് ഇപ്പൊ മറ്റൊരു വലിയ റൂമിനകത്തേക്ക് വരുന്നു. ഇപ്പൊ ആ ഒരു മുറിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഈ ചെരുപ്പ്, ഷൂസ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ മണ്ണിൽ പൊതഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഈ ഒരു കോൺക്രീറ്റിനുള്ളിൽ പാതി പൊതഞ്ഞതുപോലെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതുപോലെ അവിടെ വലിയൊരു ചെയർ ഉണ്ട്, അതും അത്ര വില കൂടിയ ഒരു ചെയർ പോലത്തെ, ഈ രാജാക്കന്മാരെല്ലാം ഇരിക്കുന്നത് പോലത്തെ. അതുപോലെ ആ ഒരു മുറിയിലെ ചെറിയൊരു കുഴിയുണ്ട്, അതിനുള്ളിലും ഒരുപാട് ചെയറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുപോലെ ഈ മുറിയിൽ നമ്മുടെ ഹീറോ വന്നതുപോലെ തന്നെ ആ ഒരു പാസേജ് ഉണ്ടല്ലോ, ഡോർ എല്ലാം ഉള്ള ഒരു വലിയ പാസേജ് ഇവിടെയുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഹീറോ തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അവൻ വന്ന ആ ഒരു ചെറിയ പാസേജ്, അതിനുള്ളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവിടെ വന്ന് എത്തി നോക്കുമ്പോഴത്തേക്കും അവൻ വരുമ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നല്ലോ, അതാരോ അടിച്ച് ദൂരേക്ക് കളയുന്നത് പോലെ അത് തെറിച്ചു പോകുന്നു. ഇപ്പൊ ഇതെല്ലാം കണ്ട് ആകെ പേടിച്ച് നമ്മുടെ ഹീറോ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവൻ വന്ന ആ ഒരു പാസേജ് വഴി തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ആ ഒരു ഡോറെല്ലാം തുറന്ന് അവസാനം അവൻ വന്നല്ലോ ആ ഒരു പ്രധാന റൂം, അവിടേക്ക് തിരിച്ചു വന്നിട്ട് അവൻ പോകാനായിട്ടുള്ള ആ ഒരു വഴി, ആ ഒരു ചുമരില് എവിടെയാണ് ആ ഒരു വഴിയെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ടെൻഷനിലായതുകൊണ്ട് ആ ഒരു ചുമരിൽ എവിടെയാണ് അവൻ വന്ന വഴിയെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ആകെ ടെൻഷനായിട്ട് അതിലെല്ലാം തൊട്ട് നോക്കുമ്പോഴത്തേക്ക് അത് സാധാരണ ചുമര് പോലെ. അയ്യോ, ഇതിനകത്ത് പെട്ടുപോയെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കി നോക്കി അവസാനം ആ ഒരു വഴി അവൻ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അതുവഴി അവൻ നേരെ ആ ഒരു ബേസ്മെന്റിലേക്ക് വന്നിട്ട് ഇപ്പൊ വന്നവന് ഇത് സത്യമാണോ ഇനി തന്റെ തോന്നലാണോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് വീണ്ടും ഈ ബാക്ക് റൂമിനകത്തേക്ക് വന്നിട്ട് അവിടെ നിന്നും ഒരു വലിയ നീളമുള്ള ചെയറും എടുത്തിട്ട് അതുവഴി തന്നെ ഇവ വീണ്ടും ബേസ്മെന്റിലേക്ക് വരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ഈ ഒരു ബേസ്മെന്റിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഏതോ ഒരു സയന്റിസ്റ്റ് നമ്മുടെ ഹീറോ ഈ ഒരു ബാക്ക് റൂമിലേക്ക് കയറിയതും അതിനകത്ത് നടന്ന കാര്യങ്ങളെല്ലാം അവിടെയുള്ള ക്യാമറയിലൂടെ തന്നെ അയാൾ ഇരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് എന്താണ്, അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടി പോയിട്ട് ഇപ്പോൾ ഇന്നലെ നടന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഹീറോയിനോട് പറയുന്നുണ്ട്. എന്റെ ബേസ്മെന്റിന്റെ ചുമരിലൂടെ മറ്റൊരു മുറിയിലേക്ക് പോയിട്ടുള്ള ഒരു വഴിയുണ്ട്, പക്ഷെ അവിടെ ഡോറോ കാര്യങ്ങളൊന്നുമില്ല. ആ റൂമാണെങ്കിൽ ഒരു മഞ്ഞ നിറത്തിലാണ്, അവിടെ മറ്റൊരുപാട് മുറികളുണ്ട്. അവിടെ അവൻ കണ്ട കാര്യങ്ങൾ, കേട്ട ശബ്ദങ്ങൾ, ഇതിനെപ്പറ്റി എല്ലാം നമ്മുടെ ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വേറെ ആരെയും കണ്ടില്ല, പക്ഷെ ഒരു ശബ്ദം കേട്ടു, അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് തിരിച്ചു വന്നു. അതുപോലെ ഈ ഒരു സ്ഥലത്തിന്റെ ഡ്രോയിങ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, അതൊരു മെയ്സ് പോലെയാണ്, ദേ നോക്കെന്നും പറഞ്ഞ് അവൻ വരച്ച ആ ഒരു ഡ്രോയിങ് എടുത്ത് ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കും. കാരണം ഹീറോ ഒരു ആർക്കിടെക്ട് ആയതുകൊണ്ട് ആ റൂമെല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് അതിന്റെ ഡ്രോയിങ് ഹീറോയ്ക്ക് പെട്ടെന്ന് വരയ്ക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഹീറോ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഹീറോയിൻ പറയും, ഒരുപക്ഷെ നിങ്ങൾ അധികമായിട്ട് കുടിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളാണെന്ന് പറയുന്നതും. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൻ ആ ഒരു പേപ്പർ പിടിച്ചു വാങ്ങി പെട്ടെന്ന് വെളിയിലേക്ക് പോയിട്ടാണ് വീണ്ടും അകത്തേക്ക് വന്നിട്ട്, ഓക്കെ ഞാൻ ഇനി തിരിച്ചു വരും, തെളിവോടെ ഞാൻ തിരിച്ചു വരും, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹീറോ നേരെ അവന്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറയും, ഓക്കെ നാളെ നിങ്ങൾ രണ്ടുപേരും ഫ്രീ ആവണം, അത് നൈറ്റ് ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, അതുമല്ല നിങ്ങളത് വെറുതെ ചെയ്യണ്ട, അതിന് ഇരട്ടി പണം ഞാൻ തരാം. അപ്പോൾ ഇവർ ചോദിക്കും, അല്ല അതെന്ത് ജോലിയാണെന്ന് ചോദിക്കുമ്പോൾ അത് ജോലിയല്ല, നിങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കണം, നിങ്ങളുടെ ക്യാമറയും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഇപ്പം അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു രണ്ട് സഹായികൾ വന്നിട്ട് നമ്മുടെ ഹീറോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാണ്, കാരണം നമ്മുടെ ഹീറോയും വിശ്വസിക്കാൻ വേണ്ടി. അപ്പോൾ ഹീറോ അവൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ബാഗിൽ പാക്ക് ചെയ്ത് ഇപ്പോൾ ഹീറോ നല്ലതുപോലെ റെഡി ആയിട്ട് അവൻ ഇതിനു മുന്നേ ആ ഒരു ബാക്ക് റൂമിലേക്ക് പോകുമല്ലോ, ആ ഒരു ഭാഗത്ത് മാത്രം ഒരു സ്കെച്ച് കൊണ്ട് വരച്ചു വെക്കും, കാരണം മാറിപ്പോതിരിക്കാൻ വേണ്ടി. എന്നിട്ടാണ് ഹീറോ ഇവരോട് പറയുന്നത്, ശരി ഞാനിപ്പോൾ ഈ ഒരു ചുമര് വഴി ഉള്ളിലേക്ക് പോകാൻ പോവാണ്, ഞാൻ പോയതിനു ശേഷം നിങ്ങൾ രണ്ടുപേരും ഉള്ളിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ആ ഒരു പെണ്ണും ഇവനും ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. അവിടെ ചോദിക്കും, അല്ല നമ്മുടെ ഓണറിന് എന്താ ഭ്രാന്ത് പിടിച്ചോ, ഇത് എന്തൊക്കെയോ പറയുന്നു എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, എന്ത് ഭ്രാന്തോ എനിക്കോ, ഇപ്പൊ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് ആ ഒരു ചുമര് വഴി ഉള്ളിലേക്ക് പോകുന്നതും ഇത് കണ്ട് രണ്ടുപേരും ഷോക്കായി പോകും. ഇത് കണ്ട് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവനുണ്ടല്ലോ, അവനും എന്താണെന്ന് അറിയാൻ കഴിയാതെ നേരെ ആ ഒരു ചുമരിനടുത്തേക്ക് ഒന്ന് കൈയിട്ട് നോക്കുമ്പോഴത്തേക്കും കൈ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അവനും പതിയെ പതിയെ ഉള്ളിലേക്ക് വരുന്നതും ഇവൻ ഉള്ളിലേക്ക് വന്നാലും ആ ഒരു പെണ്ണിന് നല്ല പേടി, അവള് വരാതെ വെളിയിൽ തന്നെ നിൽക്കാണ്. അപ്പോഴേക്കാണ് ആ ഒരു ക്യാമറമാൻ പറയുന്നത്, ഏയ് ഇവിടെ കുഴപ്പമൊന്നുമില്ല, നീ ഉള്ളിലേക്ക് വന്നെന്നും പറഞ്ഞ് ഇവിടുത്തെ കാര്യം കണ്ടുവെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവളും പതിയെ
പേടിച്ച് പേടിച്ചാണെങ്കിലും അതുവഴി ഉള്ളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് വന്നതിന് ശേഷമാണ് ഹേയ് ഇതാരെ മുറിയാ, ഇത് എന്ത് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അതെനിക്കും അറിയത്തില്ല, ഇതിന്റെ ഓണർ ആരാണെന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഞാൻ ഇതിനകത്ത് വന്നു പോയി നിൽക്കുന്നുണ്ട്. ഈ റൂമിനെ പറ്റി നല്ലതുപോലെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളും എൻ്റെ പിറകെ വാ, നമുക്ക് ഈ ഒരു റൂം നല്ലതുപോലെ പരിശോധിക്കാം. കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ മുന്നിലേക്ക് നടന്നു പോവാണ്. അപ്പോൾ ഈ ഒരു പെണ്ണ് അവനോട് ചോദിക്കുന്നുണ്ട്, എടാ നമ്മുടെ ഓണറിന് എന്താ ഭ്രാന്ത് പിടിച്ചു, അത് നമുക്ക് എന്തെങ്കിലും ഡ്രഗോ മറ്റു കാര്യങ്ങൾ തന്നു, ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം സത്യമാണ്, നീ പേടിക്കേണ്ട, എന്നോടൊപ്പം വാന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഹീറോയുടെ പിറകെ തന്നെ പോകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും റെക്കോർഡും ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു റൂമുണ്ടല്ലോ, ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഹീറോയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും അതൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷെ ഇത് കെട്ടിയിട്ടുള്ളവർക്ക് എന്തോ ഡ്രഗ് എല്ലാം യൂസ് ചെയ്തിട്ട് കെട്ടിയതാണെന്ന് തോന്നുന്നു. കാരണം ഒരു വല്ലാത്ത രീതിയിലാണ് എല്ലാം കെട്ടിവെച്ചേക്കുന്നത്. അതുപോലെ ഇതിനകത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും ഒരു മുറിക്കകത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ആ ഒരു മുറിക്കകത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു കുഴി താഴേക്കുണ്ട്. അതിനുള്ളിലേക്ക് ഹീറോ ഇറങ്ങാൻ പോവാണ്. കാരണം ഇതിനു മുന്നേ ഹീറോ ഇവിടേക്ക് വന്നിട്ട് ആ ഒരു കുഴി എന്താണെന്ന് കണ്ടു, പക്ഷേ ഒറ്റയ്ക്കുള്ളിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ക്യാമറ പിടിച്ചേക്കുന്ന ആ ഒരു പയ്യനെ ഈ ഒരു കുഴിക്കുള്ളിലേക്ക് ഇറക്കി വിട്ടിട്ട് അതിനകത്ത് എന്താണെന്ന് നോക്കിയിട്ട് വരാനാണ് ഹീറോ പറയുന്നത്. അപ്പൊ അവൻ ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണുണ്ടല്ലോ, അവള് പറയും ഇല്ലടാ വേണ്ട, ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, നീ പോണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയും ഹേയ് നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു സാധാരണ കുഴിയല്ലേ, അതൊരു മുറി, അവിടെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അതിനകത്ത് അവൾ എത്ര പറഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കാണ്. എന്നിട്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട് സാർ നിങ്ങൾ എന്നെ നല്ലപോലെ പിടിക്കുമല്ലോ, പെട്ടെന്ന് തിരിച്ച് കയറ്റൂലേ എന്നെല്ലാം ചോദിച്ചിട്ട് ഇപ്പൊ അവൻ ആ ഒരു കയറിൽ പിടിച്ച് പതിയെ പതിയെ താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ആ ഒരു കുഴിയുടെ താഴെ ഇറങ്ങുന്നതും അതൊരു ലോണ്ടറിയാണ്. ഈ ഒരു പഴയ തുണികളെല്ലാം ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ തുണിയെല്ലാം കഴുകുന്നൊരു സ്ഥലം. അങ്ങനെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ദേ ഇതുപോലെ ആ ഒരു തുണികൾക്കിടയിൽ മനുഷ്യന്റെ തല പോലെ ഒരു കാര്യം. ഇനി തലയാണോന്ന് അറിയത്തില്ല, ഈ കാര്യം ആ ഒരു പയ്യൻ കണ്ടില്ല. അവൻ ശ്രദ്ധിക്കാതെ എല്ലാം ചുറ്റിനും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവന്റെ ഗേൾ ഫ്രണ്ട് മുകളിൽ നിന്നിട്ട് എടാ നീ കുറെ നേരമായല്ലോ താഴേക്ക് പോയിട്ട് പെട്ടെന്ന് മുകളിലേക്ക് വാന്ന് പറഞ്ഞിട്ട് അവൾ വിളിക്കുന്നുണ്ട്. അപ്പൊ അവൻ വിളിച്ചു പറയുന്നുണ്ട് ഏയ് ഇവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അങ്ങനെ ക്യാമറ ഒരിടത്തേക്ക് തിരിക്കുന്നതും ഇതുപോലെ അതിനകത്തൊരു വലിയ രൂപം നിൽക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് അവൻ പേടിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു കയറിൽ പിടിച്ച് മേളിലേക്ക് പോവാണ്. സ്പീഡിന് അങ്ങനെ മുകളിലേക്ക് വന്നിട്ട് ഇവൻ മുകളിൽ എത്തുമ്പോഴത്തേക്കും ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് പറയണമെന്ന് അറിയത്തില്ല, ആകെ പേടിച്ചു പോയി. പക്ഷേ മുകളിൽ വന്നിട്ട് അവന്റെ ഇടുപ്പിലുള്ള ആ ഒരു കയറുണ്ടല്ലോ അത് അവൻ അഴിച്ചില്ലായിരുന്നു. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കയറുൾപ്പെടെ താഴെയുള്ള ആ ഒരു ജീവി ജന്തു എന്തുവേണമെങ്കിലും പറയാം, അത് അവനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവന്റെ ഗേൾ ഫ്രണ്ടും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയും അവനെ പിടിച്ചു വെച്ചേക്കാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഒരു കാരണവശാലും താഴേക്ക് വിടരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ താഴെ കിടക്കുന്ന സാധനത്തിന് എന്തോ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ഇപ്പൊ അങ്ങനെ തന്നെ ഒരു ഒറ്റ വലി കൂടെ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ആ ഒരു പെണ്ണും രണ്ടുപേരും ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴുന്നു. അതുപോലെ താഴെ വീഴുന്നതും ഇപ്പോ അവനാണെങ്കിൽ നല്ല രീതിയിൽ മുറിവെല്ലാം പറ്റിയിട്ടുണ്ട്. അവന് ആ ഒരു ജന്തു അല്ലെങ്കിൽ ജീവി അമാനുഷികമായിട്ടുള്ള കാര്യം അത് അടുത്തുള്ള ആ ഒരു മുറിക്കകത്തേക്ക് വലിച്ചെടുത്തോണ്ട് പോവാണ്. ഇത് കണ്ടിട്ട് ആ ഒരു പെണ്ണടങ്ങിയിരിക്കോ തന്റെ ബോയ് ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി അവളും ആ ഒരു മുറിക്കകത്തേക്ക് ഓടിപ്പോവാണ്. അപ്പൊ ഇതിനു മുന്നേ അവൻ കണ്ട അതേ ആ ഒരു അമാനുഷിക രൂപം ഈ പെണ്ണിനെയും അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്തു. ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് എങ്ങനെ ഉണ്ടാവും, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഹീറോ അങ്ങനെ രക്ഷപ്പെട്ട് പോകാനായിട്ടുള്ള വഴി നോക്കാണ്. ഇപ്പൊ രണ്ടുപേരെ കൊണ്ടുവന്നിട്ട് അവരെ രണ്ടുപേരെ കൊലയ്ക്ക് കൊടുത്തു. അതുപോലെ വഴി നോക്കി നോക്കി അവസാനം ചെറിയൊരു പാസേജ് അവൻ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അതുവഴിയെ എങ്ങനെയെങ്കിലും ഇഴഞ്ഞിഴഞ്ഞ് അപ്പുറത്തെ വശത്തേക്ക് പോയിട്ട് ഇപ്പോ ഹീറോയുടെ കയ്യിലാണ് ആ ഒരു ക്യാമറ ഉള്ളത്. അതും വെച്ച് ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളെ അന്വേഷിച്ച് അവിടെ എല്ലാം നടക്കാണ്. ഓരോ മുറിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഇവിടെ പലയിടങ്ങളിലായിട്ട് ആ ഒരു ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഒരു ഇരുട്ട് റൂം. അതിന് നടുവിലായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ അത് അലങ്കരിച്ചു വെച്ചേക്കുന്നു. ഇപ്പൊ അതിനടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു വിചിത്രമായിട്ടുള്ള ലേഡി ഇവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും ഇത് കണ്ട ഹീറോ നിൽക്കോ അവിടെ നിന്ന് ഓടിയിട്ട് പെട്ടെന്ന് അടുത്തൊരു മുറിയിലേക്ക് വരും. ഇപ്പൊ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും അതെന്തോ ഒരു ബാത്റൂം പോലെയാണ്. കാരണം അതിന്റെ അടുത്തായിട്ട് സ്വിമ്മിംഗ് പൂളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ സ്ഥലത്ത് നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ഇപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് വഴി നോക്കുമ്പോഴത്തേക്കാണ് നേരത്തെ കാണാതെ പോയിട്ടുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ ശബ്ദം കേൾക്കുന്നു. ഹേയ് ക്ലാർക്ക്, ഞാൻ ഇവിടെ ഉണ്ട്, ദേ ഇവിടെ വാ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറയുമ്പോൾ ഹീറോ തന്റെ ക്യാമറ ഒരിടത്തേക്ക് വെച്ചിട്ട് അവനിപ്പോ ആ ഒരു ചുമരിന്റെ അടുത്ത് വന്ന് അല്ല നീ എവിടെ, എനിക്ക് അങ്ങനെ അതിന് ഉള്ളിലേക്ക് വരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും നീ എന്താ അവിടെ ചെയ്യുന്നേ, പെട്ടെന്ന് അകത്തേക്ക് വരാൻ പറയും. അപ്പോൾ ഹീറോ ചോദിക്കുക അല്ല വഴി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് ഒരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെണ്ണിനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇവിടെ നിൽക്കുന്ന കാര്യങ്ങളും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു കണ്ണാടി പോലെ കാണാൻ കഴിയും. പക്ഷേ ഹീറോയ്ക്കാണെങ്കിലോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം ചുമര് പോലെ അപ്പുറത്തുള്ള ഒരു കാര്യവും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവളോട് ചോദിക്കും ശരി നീ അവിടെ നിൽക്കുമ്പോഴത്തേക്കും നിനക്ക് ഡോർ പോലെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല ഒന്നും കാണാൻ കഴിയില്ല എന്ന് പറയും. അങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് പിറകില് വേറൊന്നും അല്ല അവൻ വെച്ചിരിക്കുന്ന ഒരു ക്യാമറ ഉണ്ടല്ലോ അതിപ്പോ വേറെ ആരോ എടുക്കുന്നു.
അപ്പൊ ഇതേ കാര്യം അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പെണ്ണ് കണ്ടിട്ട്, ഹേ ക്ലാർക്ക്, നിന്റെ പിറകിലെ നോക്ക്, പിറകിലേക്ക് നോക്കുന്നത് പറയുന്നതും ഹീറോ തിരിഞ്ഞു നോക്കുന്നത് പെട്ടെന്ന് ആ ഒരു സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതേ സമയം നമ്മുടെ ഹീറോയിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹീറോയിൻ കുട്ടിയായിരിക്കുമ്പോഴത്തേക്കും അവള് മാത്രം മുറിക്കുള്ളിലേ തന്റെ കളിപ്പാട്ടങ്ങൾ വെച്ചിട്ട് ആ ഒരു മുറിക്കുള്ളിൽ തന്നെ അടഞ്ഞുകൂടിയ ഒരവസ്ഥയുണ്ടല്ലോ, അതുപോലെ. പക്ഷേ മറ്റു കുട്ടികളാണെങ്കിലോ വെളിയിൽ നിന്നിട്ട് നല്ലതുപോലെ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുമല്ല, ആ ഒരു കുട്ടികളുടെ ശബ്ദം കേട്ടിട്ട് ഹീറോയിൻ ആ ജനാലയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള കണ്ണാടിയിലെല്ലാം ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചേക്കുന്നു. ഇത് അവളുടെ അമ്മ ചെയ്ത ജോലിയാണ്. ഇപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ തന്റെ അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ നോക്കി നോക്കി പതിയെ ആ ഒരു ന്യൂസ് പേപ്പർ കീറാനായിട്ട് വരുന്നതും ഇതുപോലെ വന്ന് അവളുടെ അമ്മ വന്നിട്ട് ഏയ് അങ്ങനെയൊന്നും ചെയ്യരുതെന്നും പറഞ്ഞ് അതെല്ലാം തിരിച്ചൊട്ടിച്ചു വെക്കുന്നു. വേറെ ഒന്നുമല്ല, ഹീറോയിന്റെ അമ്മയ്ക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. തന്റെ മകളെ വെളിയിൽ വിടാതെ, വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് വീടിനകത്ത് തന്നെ അടച്ചു പൂട്ടി ഹീറോയിനെ വളർത്തുമായിരുന്നു. ഇപ്പൊ അവസ്ഥ കണ്ടല്ലോ, ആ ഒരു ജനാല വഴി പോലും അവൾക്ക് വെളിയിലേക്ക് നോക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അതിനെ പറ്റിയല്ല അവളുടെ അമ്മ ഹീറോയിനോട് പറയാണ്, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇവരുടെ ഡോറിൽ ആരെ തട്ടുന്നത് പോലെ ആ കാര്യം നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നതും. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് ഇതേ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വളർന്ന് വലുതായതിനു ശേഷം ആലോചിച്ച് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വരുന്നത്. അത് ഹീറോ അയക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാലേ, ഹേയ് മേരി, ഞാൻ ഇതുപോലെ ആ ഒരു ബാക്ക് റൂമിലേക്ക് പോവാണ്, ഇതിന് ശേഷം ഞാൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതുകൂടി കേൾക്കുന്നത് ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ നമ്മുടെ ഹീറോയുടെ ആ ഒരു ഷോപ്പിന് വെളിയിലേക്ക് വരും. എന്നിട്ട് കാറിൽ നിന്നിറങ്ങി ആ ഒരു ഷോപ്പിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഷോപ്പ് മൂടിയിട്ടേക്കുന്നു. ഷോപ്പിന് വെളിയിലാണെങ്കിൽ ഒരുപാട് ലെറ്ററുകൾ കിടപ്പുണ്ട്, അതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഹീറോയിൻ ആ ഒരു ഡോറ് തുറന്ന് അകത്തേക്ക് വരും. അങ്ങനെ ആ ഒരു ഷോപ്പിനകത്ത് നിന്നും ബേസ്മെന്റിലേക്കുള്ള ആ ഒരു വഴിയുണ്ടല്ലോ, അതുവഴി ഹീറോയിൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ലൈറ്റുകളെല്ലാം കത്തുകയണയെല്ലാം ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് അവൾ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോ ഈ ഒരു ബാക്ക് റൂം ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള മാപ്പും കാര്യങ്ങളെല്ലാം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഹീറോയിൻ കാണുന്നു. അതേപോലെ തന്നെ ആ ഒരു ചുമരില് ഡോറ് പോലെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കാര്യം ഹീറോയിൻ കാണുന്നുണ്ട്. അതുപോലെ ഇതിന് മുന്നേ തന്നെ ഹീറോ പറഞ്ഞിരുന്നു ഈ ഒരു ചുമര് വഴി ഉള്ളിലേക്ക് പോകാൻ കഴിയുമെന്ന്. ഇപ്പൊ അത് സത്യമാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ പതിയെ ആ ഒരു ചുമരിനടുത്തേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് ഹീറോ പറഞ്ഞതുപോലെ ആ ചുമരിൽ തൊടാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് നല്ല പേടിയുണ്ട്, ഇത് സത്യമാണോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് അതിനടുത്ത് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഈച്ച പെട്ടെന്ന് ആ ഒരു ചുമര് വഴി ഉള്ളിലേക്ക് കയറി പോകുന്നത് കാണുന്നതും ഹീറോയിൻ അത്ഭുതമായി പോയി. അങ്ങനെ ഹീറോയിൻ പതിയെ പേടിച്ച് ആ ഒരു ചുമര് വഴി ആ ബാക്ക് റൂമിലേക്ക് വരുന്നു. ഇതിനകത്തേക്ക് വരുന്നതും അവളും ആകെ ടെൻഷനായിട്ട്. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയെ വിളിക്കുകയാണ്, ഏയ് ക്ലാർക്ക്, നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഒരു മുറിക്കകത്ത് ഒരു ചുമരില് വലിയൊരു ഡ്രോയിങ് വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ ആ ഒരു ഡ്രോയിങ് കാണുന്നതും ഇപ്പൊ ഈ ഒരു ഡ്രോയിങ് കാണുമ്പോഴത്തേക്കും കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇല്ലെന്നൊന്ന് കമന്റ് ചെയ്യുക. കാരണം ഈ ഒരു റൂമിനകത്ത് നടക്കുന്ന മിക്ക കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ക്ലാർക്കിന്റെ ശബ്ദം, ഹേയ് അവസാനം നീ വന്നോന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന്, അല്ല ക്ലാർക്ക്, നീ ഇവിടെ ഉണ്ടോ? അങ്ങനെയല്ലേ എന്നെ മുന്നിൽ വരാൻ പറയുന്നത്. ഇപ്പോൾ ഒരാൾ മുന്നിലേക്ക് വരുന്നുണ്ട്, പക്ഷേ ഹീറോയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചതുപോലെ. അങ്ങനെ പെട്ടെന്ന് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ പുറകിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ക്ലാർക്ക്, ഇതെന്ത് ശബ്ദമാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് പതിയെ ഹീറോയിന്റെ പിറകെ വന്ന് പെട്ടെന്ന് ഹീറോയിന്റെ കഴുത്ത് പിടിച്ചിട്ട് അങ്ങ് ഞെരിക്കുകയാണ്. അതുമല്ല ഹീറോയിന്റെ ബോധവും പതിയെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിന്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവളുടെ അമ്മയ്ക്ക് മാനസികമായിട്ട് ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അവരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അനാഥയായിട്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോയിന്റെ ആ ഒരു മുറി കാണിക്കുന്നുണ്ട്. അതുമല്ല ആ ഒരു മുറി ഓരോ തവണയും ഓരോ രീതിയിലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് ഓരോ തവണയും ആ ഒരു മുറി ഭയങ്കരമായിട്ട് മാറുന്നത് പോലെ. ഇതെല്ലാം നമ്മുടെ ഹീറോയിന് തോന്നുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അവസാനമായിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഒരു മുറിക്കകത്ത് നിൽക്കാണ്. അവളുടെ എതിർവശത്തിലെ നമ്മുടെ ഹീറോ ഇരിപ്പുണ്ട്. കൂടാതെ ആ ഒരു മുറിക്കകത്ത് തടിയനായിട്ടുള്ള ഒരാള്, വയസ്സായിട്ടുള്ള, അതേപോലെ തന്നെ വിചിത്രമായിട്ടുള്ള ലേഡി. അപ്പൊ ഇതെല്ലാം കണ്ട് നമ്മുടെ ഹീറോയോട് ചോദിക്കും, അല്ല ഇവരൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഓ ഇവർ ഈ ഒരു സ്ഥലമാണ് നിർമ്മിച്ചത്. എന്ത്, ഇവർ നിർമ്മിച്ചത് ഈ ഒരു സ്ഥലമാണെന്നോ? അതെ, ഇവിടെ ഇരിക്കുന്ന ഇയാളല്ലേ, ഇയാള് വെളിയിലുള്ള ലോകത്ത് യഥാർത്ഥമായിട്ടും ഉണ്ടായിരുന്ന ഒരാളാണ്. അയാൾ ഈ ഒരു ബാക്ക് റൂമിലേക്ക് വന്നതിന് ശേഷം ഒരു മനുഷ്യനല്ലാതെ അയാളുടെ ഓർമ്മകളായിട്ട് മാറി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് അറിയാവുന്ന അത്രയും പ്രിയപ്പെട്ട ഒരാളെ ഒന്ന് ഓർമ്മിച്ച് നോക്ക്. പക്ഷെ അവരുടെ മുഖം നിങ്ങൾക്ക് അത്ര ആക്യുറേറ്റ് ആയിട്ട്, അത്ര വ്യക്തമായിട്ട് ഒരിക്കലും ചിന്തിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. അതേപോലെ തന്നെയാണ് ഇവരുടെ അവസ്ഥയും. ഇവർ രണ്ടുപേരും ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ മനുഷ്യരായിട്ട് തന്നെയാണ് ഉള്ളിലേക്ക് വന്നത്. അങ്ങനെ ഇതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും വെറും ഓർമ്മകളായിട്ട് മാറി. പക്ഷെ ആ ഒരു ഓർമ്മകൾ അത്ര വ്യക്തമല്ലാത്തത് കൊണ്ടാണ് ഇവരുടെ മുഖം ഇതുപോലെ അത്ര വ്യക്തമല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള മനുഷ്യർ മാത്രമല്ല, ഈ ഒരു മുറികളും എല്ലാം ഇതുപോലെ ആരുടെയൊക്കെ ഓർമ്മകളാണ്. ആ ഓർമ്മകളിൽ ഈ ഒരു മുറികളെല്ലാം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു മനസ്സത്ര സ്ട്രോങ് അല്ലാത്ത, അല്ലെങ്കിൽ
അത്ര പെർഫെക്റ്റ് അല്ലാത്ത ഒരാൾ ഇതുപോലെ ആർക്കിടെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയുള്ളൊരു സ്ഥലം. ഇപ്പോൾ പെട്ടെന്ന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സ്വപ്നം കാണുമ്പോഴത്തേക്കും അതിലുള്ള സ്ഥലങ്ങളും അല്ലെങ്കിൽ റൂമോ കാര്യങ്ങളോ ഇതെല്ലാം അത്ര പെർഫെക്റ്റ് ഒന്നുമല്ലല്ലോ. പല ഇമാജിനേഷനിൽ നമ്മുടെ ഓർമ്മകളിൽ ഉള്ളതുപോലെയാണല്ലോ കാണുന്നത്. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് ഹീറോയിനാണെങ്കിലും നല്ലപോലെ പേടിച്ചിട്ട്, എടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ ഇതൊന്നും കേൾക്കുന്നില്ല. അവൻ പറയും, ദേ ഇത് നോക്ക്, ഇവിടെ ഇരിക്കുന്ന ഈ ഒരാളില്ലേ, അയാൾ സത്യത്തിലെ ഒരു ഇമോഷനോ വികാരമോ ഒന്നുമില്ലാത്ത ഒരാളാണ്. ദേ നോക്കെന്ന് പറഞ്ഞ് ഒരു കത്തി എടുത്ത് അയാളുടെ കഴുതിലേക്ക് കുത്തിയിറക്കുന്നതും അയാൾ ഒന്നും അനങ്ങാതെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് പറയും, എന്ത് സമാധാനമായിട്ടുള്ള ജീവിതമല്ലേ. ഇപ്പോൾ നിങ്ങൾ ഇയാളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇയാൾക്ക് വേദനയില്ല, സന്തോഷമില്ല, ഈഗോ ഇല്ല, ടെൻഷനില്ല, ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാതെ ജീവിക്കുന്നൊരു ജീവിതം, അതും ഒരു ഫർണിച്ചർ പോലെ. എന്ത് രസമായിരിക്കുമല്ലേ. എന്നല്ല നമ്മുടെ ഹീറോ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ടൊരു കൊടൂരക്കാര്യം ചെയ്യുന്നുണ്ട്. ഹീറോ പറയും, ഇവൻ അങ്ങനെ വികാരവും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇയാളെ കഴിക്കാൻ കഴിയും എന്ന് പറഞ്ഞ അയാളെ വയറ് അങ്ങനെ പിച്ചിയെടുത്തൊരു ബണ്ണ് പോലെ നമ്മുടെ ഹീറോയിന് കഴിക്കാനായിട്ട് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഹീറോയിനോട് ചോദിക്കും, ഓ ഇത് പോരല്ലേ, ശരി കുറച്ചുകൂടി തരാമെന്നും പറഞ്ഞു അടുത്തുള്ള ആ ഒരു ഫ്രിഡ്ജ് തുറക്കുന്നതും ആഹാ അതിനുള്ളിൽ ആ ഒരു അസിസ്റ്റന്റ് പെണ്ണുണ്ടല്ലോ ഹീറോയുടെ കൂടെ വന്ന അവളെ കൊന്നു വെച്ചേക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഹീറോയിൻ ആകെ പേടിച്ച് ക്ലാർക്കിനോട് പറയും, ഹേ ക്ലാർക്ക്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്, പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്കെന്നെല്ലാം പറയുമ്പോൾ ഇതൊന്നും അവൻ കേൾക്കുന്നില്ല. ഹീറോ നേരെ ആ പിറകിൽ നിൽക്കുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ തലമുടി മാത്രം കട്ട് ചെയ്തെടുത്ത് നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഹീറോയിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഓപ്പോസിറ്റിൽ ആ ഒരു ചെയറിലേക്ക് വന്നിരുന്നത്. മറുവശത്തിരിക്കുന്നത് നമ്മുടെ ഹീറോയിനെ പോലെയല്ല, അവൻ്റെ ഭാര്യയെ പോലെ ചിന്തിച്ചിട്ട്, ദേ നോക്ക്, ഞാനാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, നിങ്ങളെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു വിഷമങ്ങളും ദേഷ്യവും എല്ലാം അവൻ്റെ ഭാര്യയോട് പറയുന്നത് എങ്ങനെയാണ് അതുപോലെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, ക്ലാർക്ക് ഇത് നോക്ക്, ഞാൻ നിന്റെ ഭാര്യയല്ല, നീ എന്നോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, നീ ആ ഒരു ക്യാരക്ടറിൽ അങ്ങനെ തന്നെ ഇരിക്കും, എനിക്ക് ഇതിനോട് പല കാര്യങ്ങളും പറയണം എന്നെല്ലാം ഹീറോ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയും പറയുന്നത്, ക്ലാർക്ക് നിനക്കൊരു കാര്യം അറിയോ, നിന്റെ ഭാര്യ നിന്നെ അടിച്ചു കളയാൻ കാരണം നീ എപ്പോഴും കുടിക്കുന്നത് കൊണ്ടോ, കറക്റ്റ് സമയത്ത് വീട്ടിലെത്താത്തത് കൊണ്ടോ, വീട്ടിൽ ബഹളം വെക്കുന്നത് കൊണ്ടല്ല, നീ വെറുതെ ഇപ്പോഴും ഇതുപോലെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ നീ ഒരു റീസൺ പറയത്തില്ലേ, ഇപ്പോൾ നീ എന്ത് കാര്യം ചെയ്താലും അത് നിന്റെ തെറ്റാണെന്ന് നീ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല. അതെങ്ങനെയാ നീ പറഞ്ഞത്, നീ കുടിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നിന്റെ തെറ്റല്ല, അത് നിന്റെ ടെൻഷൻ കാരണം നീ കുടിക്കുകയാണെന്നല്ലേ. നിന്റെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നീ കുറ്റം പറയും, നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ഭാര്യ അടിച്ചിറങ്ങി കഴിഞ്ഞാൽ അതിന് പകരം നീ അവളെ കുറ്റം പറയും. അതുപോലെ ഇപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്തിട്ട് ഇവിടെ കെട്ടിയിട്ട് അതിന് നീ നിന്റെ ചിന്തകളെ കുറ്റം പറയുന്നു. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നീ എന്താ ഈ പറഞ്ഞു വരുന്നത്, എല്ലാ തെറ്റിനും ഞാനാണ് കാരണക്കാരനെന്നാണോ? ഹീറോയും പറയും, അതെ, കുട്ടിക്കാലം മുതൽ തന്നെ നീ മറ്റുള്ളവരുടെ കുറ്റം എടുത്തു പറയല്ലാതെ നിന്റെ തെറ്റ് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. എന്തേ ഞാൻ പറയുന്നതെല്ലാം കറക്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് ഈ ഹീറോയിൻ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഹീറോ പറയും, അതെ നീ പറയുന്നതെല്ലാം ശരിയാണ്, ഇപ്പം എന്നെ മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ എങ്ങനെ എന്നെ ശരിയാക്കുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, സത്യം പറയല്ല ക്ലാർക്ക്, അതെനിക്ക് അറിയത്തില്ല എന്ന് പറയും. അപ്പോഴാണ് ഹീറോ പറയുന്നത്, ഇല്ല എനിക്ക് മാറണമെന്ന് തോന്നില്ല, എനിക്ക് എന്നെ മാറ്റണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ ഹീറോയിൻ പറയും, ശരി നിന്റെ ഇഷ്ടം പോലെ നീ മാറണ്ട. അപ്പോൾ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ കഴിയാനാണ് ഇഷ്ടം, ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്കെന്തോ സമാധാനം കിട്ടിയതുപോലെ, ആരുടെ ശല്യവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, ഒരു വിഷമങ്ങളും ഇല്ല, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നല്ല ഹാപ്പിയാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ കറക്റ്റ് ഒരു പോയിന്റ് പറയും, ശരി നിന്റെ ഇഷ്ടം പോലെ നീ ഇവിടെ ജീവിക്കുകയോ എന്തുവേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്നെ വെറുതെ വിട്, എനിക്ക് വെളിയിൽ പോയിട്ട് ജീവിക്കണം. ഇത് കേൾക്കുന്ന ഹീറോ ആണെങ്കിലോ ഓക്കെ ശരി അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ആ ഒരു കെട്ടെല്ലാം അഴിച്ചുവിടാണ്. അങ്ങനെ കെട്ടടിക്കുമ്പോഴത്തേക്കാണ് അവിടെ വിചിത്രമായിട്ട് നിന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ അവര് പെട്ടെന്ന് ഈ റൂമിനകത്തേക്ക് ആരോ വരുന്നത് പോലെ അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം. ഇപ്പൊ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു റൂമിലേക്ക് വരുന്ന ആരാന്ന് വെച്ചാലേ ഈ പൈററ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഒരു രൂപം, അങ്ങനെ നല്ല പൊക്കമല്ലാണ്ട് ഇങ്ങനെ നടന്ന് ഹീറോയുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോ, ഓ നീയാണല്ലേ, ശരി ഇതാരാണെന്നറിയോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ കാണിച്ചിട്ട് ഇതിന്റെ തെറപ്പിസ്റ്റ് ആണ്, പിന്നെ അവർക്ക് ഇവിടെ നിന്ന് പോകണമെന്ന്, ഞാനും മാറേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ ജീവിക്കാൻ കഴിയും, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ ഇവിടെ തന്നെ കഴിയാന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോയുടെ രൂപത്തിലുള്ള ആ പൈററ്റിന്റെ വേഷം കെട്ടിയിട്ട് അവൻ വീഡിയോ എല്ലാം എടുത്തിരുന്നല്ലോ ആ രൂപമാണ് ഇപ്പോൾ ഇത്രയും വലുതായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഹീറോ സംസാരിച്ച് അടുത്തേക്ക് വരുന്നതും അതങ്ങനെ ഹീറോയെ പൊക്കിയെടുത്ത് അവനെ കെട്ടിപ്പിടിക്കാന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ അടുത്തേക്ക് പിടിച്ച അവന്റെ ഷോൾഡറിൽ ഭയങ്കരമായിട്ട് കടിക്കുന്നു. വേദന കാരണം ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഹീറോയെ എടുത്തൊരു ഒറ്റയേറ ആ ഒരു ചുമരിലേക്ക്, എന്നിട്ട് അവനെ ആ ഒരു ചുമരിൽ ഭയങ്കരമായിട്ട് എടുത്തിട്ട് അടിക്കുന്നു. ഇത് കണ്ട ഹീറോയിനാണെങ്കിലോ പതിയെ പതിയെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി അവിടെ നിന്ന് ഓടി വന്നിട്ട് ഒരു ഡോർ തുറക്കുന്നതും ഇപ്പോൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് വരികയാണ്. സത്യത്തിൽ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഏതോ ഒരു മനുഷ്യന്റെ ചിന്തകളുണ്ടല്ലോ ആ ചിന്തകളിൽ കെട്ടിക്കൂട്ടിയ ഒരു സ്ഥലം പോലെ, അതുകൊണ്ടാണ് ഒന്നും പെർഫെക്റ്റ് അല്ലാത്തത്.
അങ്ങനെ ഹീറോയിൻ അവിടെ നിന്നും കുറേ ദൂരം ഓടി ഓടി ഇപ്പൊ പുറകിൽ കാണിക്കുമ്പോൾ ആ ഒരു ഗോസ്റ്റ്, അതിനെ പ്രേതം തന്നെ വിളിക്കാം. അങ്ങനെ ആ ഒരു പ്രേതം ഹീറോയിന്റെ പിറകെ തന്നെ വരുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിലും എവിടെയും നിൽക്കാതെ ഓടി ഓടി ഇപ്പൊ അടുത്തൊരു റൂമിൽ എത്തുമ്പോഴത്തേക്കും അത് ഭയങ്കര ചെറുതായിപ്പോയി. കാരണം മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു ലൈറ്റ് എല്ലാം അവളുടെ തലയുടെ അടുത്തൂടെയാണ് പോകുന്നത്. അങ്ങനെ അതിലൂടെ ഓടി അവസാനം ഒരു സോഫയെല്ലാം കൂട്ടിയിട്ടേക്കുന്ന സ്ഥലമെത്തി അതിന് മുകളിലൂടെ ഓടി ഓടി പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് ഓടി ഓടി അവസാനം ചെറിയൊരു വഴി അവൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതിലേ അങ്ങനെ പതിയെ പതിയെ ഓടുന്നതും ഈ ഒരു പ്രേതം അവളുടെ പിറകെ തന്നെ വന്നിട്ട് അവസാനം അവളെ പിടിക്കുമെന്നുള്ളൊരു അവസ്ഥയാവുന്നത്. ഹീറോയിൻ അതിന് മുന്നേ തന്നെ രക്ഷപ്പെട്ട് അതിന് വെളിയിലേക്ക് വരുന്നതും ആ ഒരു പ്രേതത്തിന് അവളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഹീറോയിൻ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബാക്ക് റൂംസ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്നുമല്ല ലക്ഷക്കണക്കിന് ഒരു വലിയ കുഴി പോലെ. അവിടെ ഒരുപാട് മുറികളുണ്ട്. അത് കുറച്ചൊന്നുമല്ല, ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ. കാരണം കോടിക്കണക്കിന് ജനങ്ങളുടെ ഓർമ്മകളും അവരുടെ ഇമാജിനേഷൻ ഇതെല്ലാം ഇവിടെ ഈ ഒരു റൂമുകളായിട്ടും ഓരോ രീതിയിൽ അങ്ങനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മുറികളെല്ലാം ഉള്ളത്. അങ്ങനെ അതുവഴി ഹീറോയിൻ ഒരു പടിക്കെട്ടുണ്ട്, അതിലൂടെ പതിയെ പതിയെ കയറി ഇപ്പൊ മുകളിലേക്ക് വന്ന് കയറുന്നതും ഇതാണ് സത്യം പറഞ്ഞാലേ അവർ ആ ഒരു ബാക്ക് റൂമിലേക്ക് കയറി വരുമല്ലോ, ആ ഒരു മുറി. അത് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആ ഒരു മുറി. അങ്ങനെ ഹീറോയിൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരു ബേസ്മെന്റിൽ നിന്ന് പെട്ടെന്ന് മുകളിലേക്ക് ഓടുന്നു. ഓടി മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഹീറോ സ്റ്റാർട്ടിങ്ങിൽ ഇതിന് താഴേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫ്ലെക്സ് ബോർഡ് പോലെ ഒരു കാര്യം കണ്ടിരുന്നല്ലോ, ഒരാളുടെ രൂപം. അതുപോലെ ഇപ്പോൾ ഒരെണ്ണം ഈ ഷോപ്പിന് സെന്ററിൽ വെച്ചേക്കാണ്. അതുമല്ല അവിടെയുള്ളൊരു മൈക്കിലൂടെ ആരും ഒരാൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ വിചാരിക്കും ഓക്കെ എന്തായാലും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഓടി വന്ന് ആ ഷോപ്പിന്റെ ഡോർ തുറക്കുന്നതും ആ ഡോറിന്റെ അപ്പുറത്തും ഇതേപോലെ ചുമര് തന്നെയാണ്. അതുകൊണ്ട് ഹീറോയിൻ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഹീറോയിൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പ്രേതം ഉണ്ടല്ലോ, അതങ്ങനെ ഹീറോയിന്റെ അടുത്തേക്ക് പതിയെ വരുന്നു. ഹീറോയിൻ ആണെങ്കിൽ പേടിച്ച് പുറകിലേക്ക് പോകുന്നതും ആ പ്രേതം അവളെ പിടിക്കാനായിട്ട് വരുന്നത് ഹീറോയിൻ പെട്ടെന്ന് അടുത്തിരിക്കുന്ന ഒരു കമ്പി അങ്ങനെ എടുത്തിട്ട് അത് വെച്ച് ആ ഒരു പ്രേതത്തിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവസാനം അതിന്റെ കാലിലേക്ക് ഒരു ഒറ്റയടി, അങ്ങനെ അതിന്റെ കാലും അടിച്ചൊടിച്ചിട്ട് പിറകിലേക്ക് ഓടുന്നതും അവിടെയുള്ള ആ ഒരു ഫ്ലെക്സ് ഉണ്ടല്ലോ അതങ്ങ് തട്ടി താഴേക്കിടും. അത് താഴെ വീഴുന്നതും പെട്ടെന്ന് എന്തോ ഒരു അലാറ ശബ്ദം കേട്ട് ആ റൂമിലുള്ള ഗ്യാസ് ഒക്കെ ഉണ്ട്, അത് പെട്ടെന്ന് ഓണാവും. ഇപ്പൊ ഈ ഒരു ഗ്യാസ് ഓണാവുന്നത് അതിന്റെ ആ ഒരു പുക ശ്വസിച്ചിട്ട് ഹീറോയിന് മയക്കം വരുന്നത് പോലെ. അതുകൊണ്ട് മയങ്ങി ഹീറോയിൻ പതിയെ മുന്നിലേക്ക് ഇഴഞ്ഞു പോവാണ്. ഇതേ സമയം ആ ഒരു പ്രേതം അവളുടെ പിറകെ വന്നിട്ട് അവളെ അങ്ങനെ പിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, രക്ഷപ്പെടാനും കഴിയത്തില്ല. അപ്പോഴാണ് ഹീറോയിന്റെ പോക്കറ്റിൽ അവളെ കൈയിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിനു മുന്നേ ആ ഒരു കോൺക്രീറ്റ് കട്ടയുണ്ടല്ലോ, ഹീറോയിനും അവളുടെ അമ്മയും കുട്ടിക്കാലത്ത് കോൺക്രീറ്റിൽ കൈ വെച്ചിട്ടുണ്ടായ ആ ഒരു കട്ട, അതങ്ങനെ എടുത്തിട്ട് ആ ഒരു പ്രേതത്തിന്റെ മുഖത്തേക്ക് 2-3 അടി അടിച്ചടിച്ച് മുഖം പൊട്ടിച്ചിട്ട് ഹീറോയിൻ ഇപ്പൊ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രേതം വിടുന്നില്ല. അവസാനം ഈ ഒരു പ്രേതത്തിന് കയറാൻ കഴിയാത്ത ചെറിയൊരു വഴിയുണ്ട്, അതിലൂടെ ഹീറോയിൻ ഉള്ളിലേക്ക് കയറിയിട്ട് അങ്ങനെ ആ ഒരു ഗ്യാപ്പിലൂടെ പതിയെ ഉള്ളിലേക്ക് പോകുന്നതും ഈ പ്രേതത്തിന് നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്ത് വരാനായിട്ട് കഴിയത്തില്ല. അതുമല്ല അവൾ വരുന്ന ആ ഒരു വഴിയാണെങ്കിൽ പതിയെ ചെറുതായും വരുന്നു. അങ്ങനെ അതിലൂടെ ഹീറോയിൻ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇപ്പൊ അവസാനം മറ്റൊരു മുറിയിലേക്ക് വന്ന് വീഴുന്നതും അവിടെ ഒരുപാട് സയന്റിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും എന്തൊക്കെയോ പുകയും കാര്യങ്ങളിലെ ഹീറോയിനെ മുകളിലേക്ക് അടിച്ച് അവളെ രക്ഷപ്പെടുത്തി എടുത്തോണ്ട് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഹീറോയിനെ വെച്ചിട്ട് അവർ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഹീറോയിനെ ഇപ്പോൾ കുറെ കഴിഞ്ഞിട്ട് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ഓപ്പോസിറ്റിൽ ഒരു സയന്റിസ്റ്റ് ഇരുന്നിട്ട് ഹീറോയിനോട് ചോദിക്കും, അല്ല നിങ്ങളുടെ പേര് മേരി എന്നാണോ? അതെ മേരി എന്നാണ്. അപ്പോൾ ആ ഒരു ഡോക്ടർ ഓക്കെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്, അതിന് കറക്റ്റായിട്ട് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയോ? ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഒരു ബേസ്മെന്റിൽ ഒരു ചുമരുണ്ടായിരുന്നു, അതുവഴിയാണ് ഞാൻ ഉള്ളിലേക്ക് വന്നത്. അങ്ങനെ ആ ഒരു ബാക്ക് റൂമിൽ പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വന്നതെന്ന് പറയുമ്പോൾ ആ ഒരു സയന്റിസ്റ്റ് ചോദിക്കും, ശരി നിങ്ങൾ ഏതിനുള്ളിലൂടെയാണ് ആ ഒരു ബാക്ക് റൂമിലേക്ക് വന്നത്? ദേ ഈ ഒരു ഷോപ്പിലൂടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഫോട്ടോയും എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയും പറയും അതെ. അപ്പോൾ അയാൾ ചോദിക്കും, ശരി ആ ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ എന്തിനാ പോയത്? ഞാനൊരാളെ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ അവര് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട്, അത് നമ്മുടെ ഹീറോയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട്, ദേ ഇയാളെയാണ് അന്വേഷിച്ച് പോയത് എന്ന് പറഞ്ഞ ആ ഒരു ബാക്ക് റൂമിൽ വെച്ചിട്ട് ഇവരെടുത്ത ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മുടെ ഹീറോയിന് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും അതെ ഇവൻ തന്നെയാണ്. എന്നിട്ട് ഹീറോയിൻ ചോദിക്കും, അല്ല നിങ്ങൾ ആ ഒരു മുറിക്കുള്ളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അത് തന്നെയാണ് എൻ്റെ ജോലി, എല്ലാ ദിവസവും അതിനകത്തേക്ക് കയറി ഇറങ്ങി അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഒരിക്കലും എന്നെ കൊണ്ട് അത് കഴിഞ്ഞിട്ടില്ല. അതുമല്ല ആ ഒരു ബാക്ക് റൂം അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതെങ്ങനെ മനസ്സിലാവും? ജനിക്കുന്ന ഒരു കുട്ടിയോട് അതിനെ നായ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാതെ ഒരു നായയെ കാണിച്ചു കൊടുത്തിട്ട് അത് നായയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ മനസ്സിലാവും? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിന് മനസ്സിലാക്കിയിട്ട് ഓക്കെ എനിക്കിപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായി, ഞാൻ മനസ്സിലാക്കുന്നെന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും, ശരി നീ ഇപ്പോൾ ആ ഒരു ബാക്ക് റൂമിൽ പോയിട്ട് വന്നേക്കല്ലേ, നിനക്ക് എന്താണ് മനസ്സിലായെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചേർന്ന് ആ ഒരു ബാക്ക് റൂമിലെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം.
എന്നെല്ലാം അയാൾ ആ ഒരു സയന്റിസ്റ്റ് ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയിന് ചെവിയിൽ മണി അടിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾ ആ ഒരു ബാക്ക് റൂമിൽ പെട്ടുപോയപ്പോഴത്തേക്കും ഒരു ചെറിയ വഴിയെ പോയല്ലോ. അങ്ങനെ പോകുമ്പോഴത്തേക്കും എന്തോ ഒരു മണി അടിക്കുന്ന ശബ്ദം അവളുടെ ചെവിയിൽ കേട്ടിരുന്നു. ഇപ്പൊ അതേ ശബ്ദം ഹീറോയിന്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ബാക്ക് റൂമിലെ ഓരോ മുറികളായിട്ടും അതെങ്ങനെയെല്ലാം മാറിയിട്ടുണ്ട് എന്നുള്ള ഓരോ ഷോട്ടുകളും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന്റെ ആ ഒരു വീട് ആദ്യം തകർക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ അത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവളും അവളുടെ അമ്മയെ കൈവച്ച് പതിപ്പിച്ച് ആ ഒരു കോൺക്രീറ്റ് കട്ട, അതേപോലെ തന്നെ ഹീറോയിന്റെ വീട്, അവളുടെ റൂം, അവൾ തെറാപ്പി ആ ഒരു സെക്ഷൻ നടത്തുന്ന മുറി, അതേപോലെ തന്നെ ഹീറോയിന്റെ ഓഫീസ്, അവൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഇതെല്ലാം ഈ ബാക്ക് റൂമിൽ ഒരു മെമ്മറി ആയിട്ട് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഹീറോ പറഞ്ഞതുപോലെ ഇതിനുള്ളിലേക്ക് കയറിയതിനു ശേഷം ഹീറോയിന്റെ ഓർമ്മകളും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ അതേപോലെ തന്നെ ക്രിയേറ്റ് ആയി. അതും അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല, ചില പ്രശ്നങ്ങളോടെ തന്നെ പല പോരായ്മകളോടെ തന്നെയാണ് അത് ക്രിയേറ്റ് ആയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ഈ ഒരു ബാക്ക് റൂമിലേക്ക് കയറിയതിനു ശേഷം അവളുടെ ചിന്തകളും അവളുടെ ഓർമ്മകളും ഇതെല്ലാം അവിടെ ക്രിയേറ്റ് ആയിട്ട് പുതിയൊരു റൂം, അതും ഹീറോയിൻ ചിന്തിച്ച് കൂട്ടിയതുപോലെ അങ്ങനെയുള്ളൊരു സ്ഥലം അവിടെ ക്രിയേറ്റ് ആയിട്ട് മാറുകയാണ്. നമ്മുടെ ഹീറോയിന്റെ റൂം, വീട്, ഓഫീസ്, ഇതെല്ലാം ഹീറോയിന്റെ ഓർമ്മയിൽ വന്നു പോയതുകൊണ്ട് ഇതെല്ലാം ആ ഒരു ബാക്ക് റൂമിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോ കാണിക്കുമ്പോഴത്തെ ഈ ഒരു ലേഡി മുഖമൊന്നും അത്ര വ്യക്തമല്ലാത്ത രീതിയിൽ അവിടെ നിന്നിരുന്നല്ലോ. ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും അവളുടെ മുഖവും ശരീരവും അത്രയും പെർഫെക്റ്റ് അല്ലാത്ത രീതിയിൽ ആ ഒരു ബാക്ക് റൂമിനുള്ളിലെ ഹീറോയിനും പെട്ടുപോയി. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ എന്താണ് ഈ ഒരു മൂവിയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ബാക്ക് റൂം എന്ന് പറയുന്നത് ഒരു സാധാരണ കെട്ടിടമോ ലബോറട്ടറിയോ അങ്ങനെ ഒന്നുമല്ല. അത് മനുഷ്യരുടെ ഓർമ്മകളും വികാരങ്ങളും ആ ഓർമ്മകളിലുള്ള സ്ഥലങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് പകർത്തിയെടുക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള ഡയമെൻഷനാണ്. ഇപ്പൊ ആ ഒരു ഡയമെൻഷനിലേക്ക് നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു ബാക്ക് റൂം നിങ്ങൾ ഒരിക്കലും വെളിയിലേക്ക് വിടത്തില്ല. അതിനൊരു ഉറപ്പില്ല. ചിലപ്പോൾ രക്ഷപ്പെടാം, ചിലപ്പോൾ അതിനുള്ളിൽ തന്നെ മരിക്കാം. പക്ഷെ ആ ഒരു ബാക്ക് റൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിലേക്ക് പെട്ടുപോകുന്ന മനുഷ്യരുടെ ഓർമ്മകളും അവരുടെ വികാരങ്ങളും ഇതെല്ലാം വെച്ചുകൊണ്ട് അവരുടെ ഓർമ്മകളിലുള്ള സ്ഥലങ്ങളും അവർക്കറിയാവുന്ന ആളുകളെ എല്ലാവരും കോപ്പി ചെയ്ത് അതിനുള്ളൊരു സ്ഥലം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഓർമ്മകളിലും അവരുടെ വികാരങ്ങളിലും ഉണ്ടാകുന്ന സ്ഥലങ്ങളെല്ലാം അത്ര പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ആ ബാക്ക് റൂമിലുള്ള ഓരോ മുറികളും വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പം അതുപോലെ നമ്മുടെ ഹീറോ ഇതിനുള്ളിലേക്ക് കയറിയതുകൊണ്ട് അവനതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം പോലെ തോന്നി. അതുകൊണ്ട് അവൻ്റെ ഓർമ്മകളും കാര്യങ്ങളെല്ലാം അവിടെ അവനെ പോലെ തന്നെ മറ്റൊരു കോപ്പിയെ, ഇപ്പോൾ അവൻ്റെ നല്ലതായിട്ടുള്ളതും മോശമായിട്ടുള്ള രീതിയിലുള്ള പല കോപ്പികളെയും സൃഷ്ടിച്ച് അതിലൊരു കോപ്പിയാണ് ഹീറോയെ അവസാനമായിട്ട് കൊന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ മേരി രക്ഷപ്പെട്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം അവൾ രക്ഷിച്ച ഒരു സംഘടനയുണ്ടല്ലോ, അവർ ഹീറോയിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അവരെ ഹീറോയിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയോ ഇല്ലയെന്ന് അറിയത്തില്ല. അതിന് ക്ലിയർ ആയിട്ടുള്ളൊരു ഉത്തരം നമുക്ക് തരുന്നില്ല. പക്ഷെ ഹീറോയിൻ രക്ഷപ്പെട്ടു പോയെങ്കിലും അവളുടെ ഓർമ്മകളും വികാരങ്ങളെല്ലാം ഈ ബാക്ക് റൂം കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു കോപ്പിയാണ് നമ്മുടെ അവസാനമായിട്ട് ഹീറോയിൻ്റെ പെർഫെക്റ്റ് അല്ലാത്ത ഒരു രൂപത്തെ നമ്മൾ കണ്ടല്ലോ, അതുപോലെ ആ ഒരു ബാക്ക് റൂമിൽ കണ്ടത്. ഇപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ബാക്ക് റൂം ഒരു സാധാരണ മനുഷ്യൻ കെട്ടിയ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഈ റിസർച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലമോ അല്ല. അത് പ്രത്യേകമായിട്ടുള്ളൊരു ഡയമെൻഷനാണ്. അതിനുള്ളിൽ പെടുന്ന മനുഷ്യരുടെ ഓർമ്മകളായിരിക്കും അത് സൂക്ഷിച്ച് ഒരു കോപ്പി പോലെ പകർത്തി അവിടെ വെക്കുന്നത്. അതിനുള്ളിലാണ് മറ്റുള്ളവരും വന്ന് പെട്ടുപോകുന്നത്. ഇത്ര മാത്രമാണ് ഈ ഒരു മൂവിയിൽ സംഭവിച്ചത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. കാരണം ഞാൻ ഗൂഗിളിലും അവിടെ ഇവിടെ എല്ലാം സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മൂവി വ്യക്തമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.